ഇന്ന് ഞാൻ ഇവിടെ നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1-2 മണിക്കൂറാണ് കുതിർത്ത പച്ചരി. ഇവിടെ 1.5 ഗ്ലാസ് പച്ചരി, അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും പകുതി നീരുള്ളി എടുത്തിന്. പിന്നെ ഇത് നല്ലോണം മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ചിലർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, അപ്പം അങ്ങനെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുത്താൽ കഴിയും. നല്ലോണം അരിയാണ്ട് കുറച്ച് തരി പോലെ അരച്ചിട്ടെടുക്കണം. പിന്നെ കുറച്ച് തിക്കായിട്ട് ഇതിലേക്ക് ജീരകവും ചേർക്കുന്നു, ചെറിയ ജീരകം. ഞാനിതിൽ അരക്കുമ്പോൾ ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം സ്മെല്ല് വരുന്നുണ്ട്. അരച്ചതിന് ശേഷം കുഴക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചേർക്കുന്നു, കുറച്ച് ജീരകവും. പിന്നെ ഇതിലേക്ക് ഞാൻ പുട്ടുപൊടി ചേർക്കുന്നത്. പുട്ടുപൊടീൻ്റെ പകരം തരിയും ചേർക്കുന്നവരുണ്ട്. തരി അല്ലെങ്കിൽ റവ ഇടാം, പുട്ടുപൊടിയുടെ പിന്നെ അരിപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കാം. മിക്സാക്കിയിട്ട് എടുക്കുക, കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ കുറച്ച് സമയം എല്ലാം മിക്സാക്കിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് കിട്ടും. വെള്ളമെല്ലാം പോയിട്ട് നല്ല ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ. അപ്പോൾ നമുക്കെല്ലാം ഒരു ഷേപ്പിൽ, നമുക്ക് ആവശ്യത്തിലുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം. ഫുള്ളുണ്ടാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിനെ പത്തലിൻ്റെ അച്ചിൽ പരത്തിയിട്ടെടുക്കണം. അത് നല്ലോണം പരത്താൻ കഴിയാം. കുറച്ച് കട്ടിക്ക് നല്ലോണം തിന്നായിട്ട് പരത്തിയെങ്കിൽ നമുക്കത് എണ്ണയൊക്കെ ഇടുമ്പോൾ പൊന്തിയിട്ട് വരില്ല. ഇനി നമുക്കെല്ലാം ഓരോരോ ഉണ്ടാക്കിയിട്ടെടുത്തിട്ട് പത്തലിൻ്റെ പ്രസ്സിൽ പരത്തിയിട്ടെടുക്കാം. എണ്ണ നല്ല ചൂടാകാൻ വെക്കണം. ഈ സമയത്ത് ചൂടായതിന് ശേഷം നല്ല കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോരോ അപ്പം നമുക്ക് ചുട്ടിട്ടെടുക്കാം. നല്ലോണം ചൂടായെങ്കിൽ എണ്ണ അപ്പം കരിഞ്ഞിട്ട് പോകും, കളറേ മാറിയിട്ട് പോകും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ഓരോന്നായിട്ട് ചുട്ടിട്ടെടുക്കാം. പരത്തിയിട്ട് നമ്മൾ എണ്ണയ്ക്ക് ഇടുമ്പോൾ പൊങ്ങിയിട്ട് വരുന്നില്ലെങ്കിൽ അത് നമ്മൾ പരത്തി നല്ലോണം തിന്നായെങ്കിൽ മാത്രം അങ്ങനെ അത്. കുറച്ച് കട്ടിക്ക് പരത്തിയിട്ട് എണ്ണക്കിട്ടിട്ട് കുറച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിടുമ്പോൾ നല്ല ഇങ്ങനെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ നല്ല അപ്പോൾ നമുക്ക് റെഡി. ഇതിലേക്ക് നമുക്ക് ബീഫ് കറിയാ നല്ല കോഴിക്കറിയാ ട്രൈ ആക്കിയാൽ നല്ലതാണ്. നമ്മളവിടെ ഈ അപ്പത്തിന് നെയ്പ്പത്തിലും ചെല്ലുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാവരുടെ അടുത്ത് എന്ത് പറയുന്നതെന്ന് അറിയാലോ. എല്ലാം അപ്പം നമുക്ക് ചുട്ടിട്ടെടുത്തിട്ട് നല്ല ചൂട് അപ്പവും ചൂട് കോഴിക്കറിയിലേക്ക് നല്ല കോമ്പിനേഷനാണ്.